നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. ഇരയാക്കപ്പെടുന്നവർ കുറ്റപ്പെടുത്തലുകൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വ്യക്തമാക്കിയാണ് അതിജീവിത അപേക്ഷ നൽകിയിരിക്കുന്നത്. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, നടി ആക്രമിച്ച കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. തുറന്ന കോടതിയിൽ തന്നെ നടക്കട്ടെ, കാരണം ഇരയായ ആൾ പോലും പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ അത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയട്ടെ എന്നുള്ള നടിയുടെ ഒരു വളരെ ബോൾഡായ ഒരു തീരുമാനമാണ് ഇതിന് പിന്നിലെന്ന് അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ വിധി ഇന്ന് പ്രതീക്ഷിക്കാമോ നിതിൻ? തീർച്ചയായും ജിൽസി, ഈ സാക്ഷി വിസ്താരം പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമവാദത്തിലേക്ക് കോടതി കടക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഹർജിയുമായി അതിജീവിത വിചാരണ കോടതിയിലേക്ക് വരുന്നത്. അതായത് നിലവിൽ അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ വാദങ്ങൾ നടക്കുക, അന്തിമവാദം നടക്കുക. ഈ വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അപ്പോൾ തനിക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു, തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു, താനാണ് ഇരയാക്കപ്പെട്ടത്, പക്ഷേ തനിക്കെതിരെയാണ് ആരോപണങ്ങൾ സമൂഹത്തിൽ ഉയരുന്നത്. അപ്പോൾ കൃത്യമായി കോടതിയിൽ നടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾ അറിയണമെന്നാണ്. ഇരയാക്കപ്പെടുന്നവർ കുറ്റപ്പെടുത്തലുകൾ നേരിടുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലേക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. തന്റെ സ്വകാര്യതയെ മാനിക്കേണ്ടതില്ല എന്നാണ് ഈ ഹർജിയിൽ അതിജീവിത പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മാധ്യമങ്ങൾക്കടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കുണ്ട്. കോടതിയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറത്തേക്ക് അറിയുന്നില്ല, വിചാരണ കോടതിയിൽ നടക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഈ അതിജീവിതയ്ക്കെതിരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അടക്കം വലിയ തോതിലുള്ള കുപ്രചാരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. അപ്പോഴാണ് താനാണ് ഇരയാക്കപ്പെട്ടത്, അല്ലെങ്കിൽ തനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്, അപ്പോൾ തനിക്ക് തൻ്റെ സ്വകാര്യതയെ മാനിക്കേണ്ടതില്ലെന്നും എന്താണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ ഇത്തരം ഈ കോടതി ഈ കുറ്റക്കാർക്കെതിരെ എന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് കൃത്യമായി പൊതുസമൂഹം അറിയണമെന്നുമാണ് നടി അല്ലെങ്കിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ ഹർജിയിൽ ഇന്ന് വിചാരണ കോടതി ഒരുപക്ഷെ വിധി പറഞ്ഞേക്കും. ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട് വിചാരണ കോടതി. നേരത്തെ ഈ രാഷ്ട്രപതിക്കടക്കം അതിജീവിത കത്തയച്ചിരുന്നു. തൻ്റെ ഈ കേസിലെ മെമ്മറി കാർഡ് അടക്കം തുറന്ന് പരിശോധിക്കപ്പെട്ട സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടും ഒപ്പം തന്നെ മുൻ DGP ശ്രീലേഖയ്ക്കെതിരെയും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ദിലീപിന് അനുകൂലമായി അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ മുൻ DGP കൂടിയായ ശ്രീലേഖ നടത്തിയ പ്രസ്താവനകൾ അത് കോടതിയെ ലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏതായാലും ഈ അന്തിമവാദത്തിലേക്ക് കടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിജീവിത ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്റെ സ്വകാര്യത മാനിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ ഹർജിയിൽ അതിജീവിത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൽ ഒരു അന്തിമ വിധി ഇന്ന് തന്നെ, ഈ ഹർജിയിൽ ഒരു അന്തിമ വിധി ഇന്ന് തന്നെ കോടതി എടുത്തേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ജിൽസി.